side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. Hi guys, it's me Gopikrishna. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് JBLന്റെ ഒരു സ്പീക്കറാണ്. JBL ചാർജർ 3 പോർട്ടബിൾ. വീട് കുലുക്കും, വീടും പോട്ട്. നമ്മൾ ബെഡ്റൂമിലൊക്കെ സാധനം വെച്ച് പാട്ട് കേൾക്കുമ്പോൾ ബെഡ്റൂം ഒക്കെ കുലുക്കുന്ന ഒരു സംഭവമാണ് ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു JBL സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടുന്ന സമയങ്ങളിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ JBLന്റെ ചാർജർ 3 പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു പവർ ബാങ്ക് ഉണ്ടെന്നാണ് ഗൈസ് അവർ പറയുന്നത്. കണ്ടോ, 6000 mAh ഒരു പവർ ബാങ്കും കൂടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റിയർ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബ്ലൂടൂത്ത് കപ്പാസിറ്റി ഉണ്ട്. 20 hours ഓഫ് പ്ലേറ്റ്, അതായത് 20 മണിക്കൂർ ഒരു ചാർജിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അവർ പറയുന്നത് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6000 mAh ഒരു പവർ ബാങ്കും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ JBLന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് സ്പീക്കർ ഫോണ്, മൈക്രോഫോൺ, അതിൻ്റെ അതുപോലത്തെ ഫീച്ചേഴ്സ്. അത് കഴിഞ്ഞ് IP7 വാട്ടർ പ്രൂഫും കൂടെയാണ് ഗൈസ് ഇത്. അപ്പോൾ ഒറ്റയടിക്കുന്ന വെള്ളത്തിൽ വീണാൽ അങ്ങനെ പോകുന്നൊന്നും പേടിക്കണ്ട. അത് കഴിഞ്ഞ് കണക്ട് ചെയ്യുന്ന ജസ്റ്റ് ഒരു വിഷ്വൽസ് പോലെയൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കവർ പോലെ ഹാർമനൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമ്മളൊന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് JBL ചാർജർ 3 എന്നൊക്കെ കാണിച്ചിട്ട് ജസ്റ്റ് ഒരു ലോഗോ, ഒരു പരസ്യ അഡ്വർടൈസ്മെൻറ്റ് പോലെ. അത് കഴിഞ്ഞ് നേരെ വരുന്നത് JBLന്റെ നമ്മുടെ സ്പീക്കറാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്പീക്കർ എടുത്ത് മാറ്റി വെക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്ത് കവറിനകത്ത് ഒരു കേസ് വന്നിട്ടുണ്ട്. കേസിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, കേസിനകത്ത് ഒരു ചാർജർ, JBLന്റെ തന്നെ ഒരു ചാർജർ വന്നിട്ടുണ്ട്. കണ്ടോ, JBL എന്ന ലോഗോ ഉള്ള ഒരു ചാർജർ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഒറിജിനലാണെന്നറിയാൻ ഇവിടെ JBLന്റെ ഒരു ലോഗോ ആണ് ഗൈസ്. അതാണ് ഇതിൻ്റെ ഒറിജിനലാണെന്ന് അറിയാനുള്ള ഏക ഒരു മാർഗ്ഗം. കണ്ടോ, JBL എന്നൊരു പക്ക ലോഗോ ഉണ്ട്. അപ്പോൾ ആ ലോഗോ ആണ് ഗൈസ് ചാർജറിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സ്ക്വയർ പിന്നിൻ്റെ ഒരു എക്സ്ട്രാ പീസും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്ക്വയർ പിന്നിൻ്റെ ഒരു എക്സ്ട്രാ പിന്നും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കേസിനകത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഗ്യാരണ്ടി കാർഡും അത് യൂസ് ചെയ്യേണ്ട ഗൈഡും അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ അതിൻ്റെ യൂസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് തിരിച്ചു വരാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ JBL. കണ്ടോ, സ്റ്റൈൽ ലുക്കാണ്. ഇതൊരു വൈറ്റിഷ് കളറാണ് ഗൈസ്. ഗ്രേയും വൈറ്റും കൂടെ ചേർന്നൊരു നല്ല ഗ്രിപ്പുണ്ട് ഗൈസ്. പിടിക്കാൻ നല്ലൊരു ഗ്രിപ്പുണ്ട്. നമുക്കിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഐ തിങ്ക് പവർ ബാങ്കിൻ്റെയും ചാർജിങ്ങിൻ്റെയും തോന്നുന്നു. ഓക്കെ, ഇതിനകത്ത് ഒന്ന് USB കണക്ട് ചെയ്യാനുള്ളത്, പിന്നെ ഒന്ന് ചാർജ് ചെയ്യാനുള്ളത്. ഈ USB കണക്ട് ചെയ്യുന്നതിനകത്തൂടെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ചാർജ് പവർ ബാങ്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഓക്സ് കോഡ് കണക്ട് ചെയ്യാനുള്ളതാണ് അവിടെ ഉള്ളത്. ഇത് താഴെ സ്റ്റാൻഡിനകത്ത് വെക്കുന്ന മോഡലാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബട്ടൺ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ബട്ടൺ. അത് കഴിഞ്ഞ് മൈനസ് വോളിയം റോക്കേഴ്സും പ്ലസ് പാട്ട് മാറ്റാനുള്ള ബട്ടണും കൂടാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ സ്വിച്ച് കണ്ടോ, ഒരു സ്വിച്ച് കാണാം. ഒരു നമ്മുടെ എന്താ പറയുന്നത്, ഒരു രണ്ട് ട്രയാങ്കിൾ ഇരിക്കുന്ന പോലത്തെ സിമ്പിളുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് വെളിയിൽ നിന്നുള്ള രണ്ട് JBLന്റെ സ്പീക്കറും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പവർ ബട്ടൺ. ഇത് നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ബട്ടൺസാണ് ഇതൊക്കെ ഉള്ളത്. ഇതിനകത്ത് ഇത് JBLന്റെ നമുക്ക് കാണാൻ സാധിക്കും. JBLന്റെ ഒരു ബൂഫറും സംഭവങ്ങളൊക്കെയാണ് രണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഗൈസ് നിങ്ങളെ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് ഓൺ ചെയ്യട്ടെ. ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ചെറിയൊരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് പോലെ വന്നിട്ട് ചെറിയൊരു സൗണ്ട് വരും. കണ്ടോ, അതിനകത്ത് തന്നെ അടിപൊളി ബാസാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ ഫോണിലെ ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കി ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം താഴെ പോകുമ്പോൾ അവൈലബിൾ ഡിവൈസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു.
അപ്പോൾ ഗൈസ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും JBL ചാർജ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് പെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്കിനി ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആദ്യം നമ്മൾ ഇപ്പം പാട്ടിൻ്റെ ആപ്ലിക്കേഷൻ മ്യൂസിക്കിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഗൂഗിളിൻ്റെ പ്ലേ മ്യൂസിക് എന്ന് എടുക്കുന്നു. പ്ലേ മ്യൂസിക് എടുത്തിട്ട് ഒത്തിരി നേരം എനിക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് വരുന്നുണ്ട്. പാട്ട് അങ്ങനെ എപ്പോഴും കേൾപ്പിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം ഞാനിപ്പോൾ ഒരു കേൾക്കാൻ സാധിക്കും. കണ്ടാ, അപ്പോൾ പാട്ട് നല്ല അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗായ്സ്, അങ്ങനെയാണ് നമ്മുടെ പാട്ട് ഞാൻ കേൾപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പവർ ബാങ്ക് ഒന്ന് യൂസ് ചെയ്ത് കാണിക്കാം, എങ്ങനെയാണ് പവർ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ആ ഒരു ലൊക്കേഷൻ തുറക്കണം. നമ്മുടെ JBL തന്നെ ഒറിജിനൽ ചാർജറും യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് JBL ചാർജറാണ്. നമ്മൾ കുത്തിയിട്ട് ഞാനിപ്പോൾ ഒരു ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുകയാണ് ഗൈസ്. പ്ലഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൈസ് കണ്ടോ, കാണാൻ സാധിക്കും ചാർജ് ആവുന്നുണ്ട്. കണ്ടോ, JBLൻ്റെ ഒരു 6000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നോർമൽ യൂസിനൊക്കെ സാധാ ഫോണിനൊക്കെ 2 വട്ടമൊക്കെ സുഖമായിട്ടൊക്കെ ചാർജ് ചെയ്യാവുന്ന ഒരു പവർ ബാങ്ക് കൂടെയാണ് ഗൈസ് ഇത്. കാണാൻ സാധിക്കും. കണ്ടോ, അടിപൊളിയല്ലേ. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങളും ഇതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായിരിക്കും നിങ്ങൾക്ക് ഒരു എളുപ്പമായിരിക്കും വാങ്ങിക്കാൻ. കണ്ടോ, ഇതിൻ്റെ ബാറ്ററിയുടെ ഒക്കെ നമുക്ക് ഇതിനകത്ത് താഴെ കാണിക്കും. ഓക്കെ, ഇതിൻ്റെ വില എനിക്ക് സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കും, നിങ്ങൾ തന്നെ ചെക്കൗട്ട് ചെയ്ത്. ഇടയ്ക്ക് ഇത് വില കുറഞ്ഞായിരുന്നു, മേ ബി 4000 എബോവ് ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു JBLൻ്റെ തന്നെ ഒരു ഒറിജിനൽ സ്പീക്കർ എന്ന് പറഞ്ഞ ഒരു അസറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പാർട്ടിയിലായാലും നമുക്ക് റൂമിലിരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ മ്യൂസിക് കേട്ട് അടിപൊളി ഒരു JBL ആണ്. അപ്പോൾ നല്ലൊരു സ്പീക്കറും കൂടാണ് ഗൈസ്. അപ്പോൾ നമുക്കിനിയും ഇത്രയുള്ള ഗൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇതായിരുന്നു നമ്മുടെ സ്പീക്കർ, JBL സ്പീക്കർ. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്ക് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എന്നെ ഇഷ്ടമായെങ്കിൽ, ചാനലും കൂടി ഇഷ്ടമായെങ്കിൽ, ചാനലിലെ കണ്ടന്റും കൂടി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഇന്നത്തെ വീഡിയോ മറ്റൊരു ഉപകാരപ്രദമായ ടെക്നോളജി ടെക് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ്.